റെസ്റ്റോറന്റ് റീബിൽഡ് പ്രാർത്ഥനകളുടെ വളരെ നിർണായകമായ ഒരു ദിവസത്തിലാണ് ഇന്ന് നമ്മളായിരിക്കുന്നത്. 40ാമത്തെ ദിവസത്തിലെത്തുവാൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം അവസരം തന്നു. കഴിഞ്ഞ 40 ദിവസങ്ങൾ നാം പ്രാർത്ഥിക്കുകയായിരുന്നു. 52 ദിവസത്തെ പ്രാർത്ഥനയുടെ 40ാമത്തെ ദിവസം വളരെ നിർണായകമായ ഒരു ദിവസമാണ് എന്ന് എനിക്ക് ബോധ്യമാകുന്നു. കാര്യം നമ്പർ 40 എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ ആവർത്തിച്ച് നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണാൻ പറ്റുന്ന ദിവസമാണ് 40ാമത്തെ ദിവസം. ആ 40 ബന്ധപ്പെട്ട് വലിയ ദൈവപ്രവൃത്തികൾ നടന്നിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ ഈ 40 ദിവസത്തെ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവം നോഹയുടെ സമയത്ത് 40 രാവും പകലുമാണ് ഭൂമിയിൽ മഴ പെയ്യിപ്പിച്ചത്. അങ്ങനെയാണ് 40ന്റെ സംഖ്യ വേദപുസ്തകത്തിൽ തുടങ്ങുന്നത്. പിന്നീട് നാം വായിക്കുമ്പോൾ വീണ്ടെടുപ്പുകാരനായ മോശ ഏകദേശം 40ാമത്തെ വയസ്സിൽ നിന്നും ഒളിച്ചോടി അടുത്ത ഒരു 40 വർഷം മിദ്യാൻ പുരോഹിതന്റെ ആടുകളെയൊക്കെ മേയിച്ച് മരുഭൂമിയിൽ നിൽക്കുന്നു. അടുത്ത ഒരു 40 വർഷം തന്റെ ജീവിതത്തിന്റെ ഏറ്റവും ഗ്ലോറിയസ് ആയ ഒരു എപ്പിസോഡിലേക്ക് ദൈവം മോശയെ കയറ്റി വിടുന്നു. പിന്നീട് നാം വായിക്കുമ്പോൾ മോശയുടെ ജീവിതം കഴിഞ്ഞിട്ട് ഇസ്രായേൽ മക്കൾ കനാൻ നാട്ടിനെ ഒറ്റുനോക്കാൻ പോകുന്നത് 40 ദിവസമാണ്. പിന്നീട് നാം കാണുന്നത് 40 ദിവസം ദൈവത്തിന്റെ പർവ്വതത്തിൽ മോശ ചെലവഴിച്ചതാണ്. ഇങ്ങനെ 40കളുടെ ഒരു വലിയ കണക്ക് വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന കാരണത്താൽ 40 ദിവസം യേശു കർത്താവ് ഭൂമിയില് ആയിരുന്ന സമയത്ത് ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ ഈ 40 കഴിയുന്നതിന്റെ അന്ന് ഒരു വലിയ ഡെലിവറൻസ് പലരുടെ ലൈഫിനകത്തുണ്ട്. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ പ്രവചിക്കുന്നു, നിങ്ങൾ ഈ 40 ദിവസങ്ങൾ വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചയാളാണെങ്കിൽ നിങ്ങൾ അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് നിങ്ങളുടെ ലൈഫ് കയറുന്ന ഒരു ദിവസമാണ്. ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഗോൾഡൻ ഇറ ദൈവം ഈ പ്രാർത്ഥനകളുടെ അവസാന ദിവസങ്ങളിൽ തുറക്കുവാൻ പോകുന്നു. 40 ദിവസം ഒറ്റുനോക്കിയ സ്ഥലം ഇസ്രായേൽ മക്കൾ കൈവശമാക്കിയതുപോലെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇരുന്ന മേഖലകളെ മുഴുവൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്ന ദിവസങ്ങളായിരിക്കും ഇത്. അതുകൊണ്ട് ഈ 40ാമത്തെ ദിവസത്തെ ആത്മാവിൽ പ്രാർത്ഥിച്ച് സ്വീകരിക്കുക. ഈ 40ാമത്തെ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ എപ്പിസോഡ്, ഒരു പുതിയ ചാപ്റ്റർ പരിശുദ്ധ ആത്മാവ് തുറക്കാൻ പോകുന്നു. ഞാൻ ആത്മാവിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു 40 ദിവസം കഴിഞ്ഞ് ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നതുപോലെ നിങ്ങളുടെ ശുശ്രൂഷകൾ ശക്തിയോടെ തിരിച്ചു വരട്ടെ. നിങ്ങളുടെ ഗ്രാമങ്ങളിൽ നിങ്ങളുടെ ശ്രുതികൾ പരക്കട്ടെ. നിങ്ങളുടെ ശുശ്രൂഷയിൽ മറ്റുള്ളവർ ആശ്ചര്യപ്പെടട്ടെ. കർത്താവിന്റെ മഹത്വം ചുമക്കട്ടെ. God bless you. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ.